ഞാൻ വീഡിയോ എടുക്കണ്ടല്ലേ ഇത് നിങ്ങൾ പറഞ്ഞോളേ ഇതമ്മ അമ്മ പറഞ്ഞോട്ടെ അമ്മ ധരിക്കണേ. നമ്മുടെ നാട്ടിൽ തറവാട്ടിൽ എല്ലാവരും കൂടിയിട്ട് ഈ ഒരു പരിപാടി ചെയ്യുമ്പോൾ കുറച്ച് പേർക്കൊന്നും പങ്കെടുക്കാൻ കഴിയില്ല. എന്തായാലും ഇനിയും നമുക്ക് ഇതുപോലെ കൂടാൻ കഴിയണം. ഇതൊരു വെറുതെ ഒരു പാട്ട് പാടി അല്ലെങ്കിൽ ഡാൻസ് കളിച്ച് ഗെയിംസ് കളിച്ച് പോകണമല്ല. നമ്മുടെ കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ കൂട്ടായ്മകളൊക്കെ നല്ലതാണ്. അവരിതേപോലെ തന്നെ അവരുടെ കുട്ടികളെ കല പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പാട്ട് പാടാറുണ്ട്, ഡാൻസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു പ്രോഗ്രാം ചെയ്തതിന് വളരെയധികം സന്തോഷം. പ്രത്യേകിച്ച് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. കൂടാൻ പറ്റിയത് വളരെ സന്തോഷം. എല്ലാവരും കാണാൻ പറ്റി, പലരിടത്തേക്ക് എത്തിയിട്ടില്ല. അപ്പൊ ഈ ഒരു കുടുംബസഭ എല്ലാവരും കാണാനും പറ്റും. അങ്ങനെ കുടുംബസംഗമത്തിൽ പിന്നെ ഞങ്ങൾ കലാപരിപാടികൾ തുടങ്ങി. ഷാഫിക്കാട് ഒരു ഭക്തിഗാനത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. എടപ്പാൾ വിശേഷം പാടിയ ആലമുടയവൻ എന്നുള്ള മനോഹരമായിട്ടുള്ള ഭക്തിഗാനം ഷാഫിക്ക് പാടി. അതിൻ്റെ ഒരു ഓഡിയോ ഇതിൽ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ കുറേ കുട്ടികൾ ഇതിൻ്റെ ശേഷം ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. പക്ഷേ ഓഡിയോ ഉണ്ടാവില്ല, ഇതേപോലെ സംസാരം ഉണ്ടാവുള്ളൂ. കാരണം കോപ്പറേറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് യൂട്യൂബിൽ അതിന് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇടാത്തത്. വീഡിയോ കോപ്പറേറ്റ് ഇഷ്യൂ വരുന്ന കാരണം ചിലപ്പോൾ യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടി വരും. അടുത്ത ഊഴം നമ്മുടെ ധോമോൾക്കായിരുന്നു. ധോമോളൊരു ഉഗ്രൻ ഡാൻസ്. ആരോടും പറയരുത് പ്രേമത്തിൻ ജീവരഹസ്യം എന്ന ലാലേട്ടൻ്റെ സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ്റെ സിനിമയിലെ ഒരു ഗാനമാണ്. എല്ലാവരും ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. പക്ഷെ എന്താ ചെയ്യാം, നമുക്കിതിൻ്റെ പാട്ടിൻ്റെ ഓഡിയോ ഇവിടെ പ്ലേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡാൻസ് നമുക്കിവിടെ കുറച്ച് ഇടാം. അതുപോലെ തന്നെ കുറേ കുട്ടികൾ ഡാൻസ് കളിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്. അവർക്ക് ഓരോ വീഡിയോയുടെ കട്ട് ഉണ്ടാവും, മുഴുവനായിട്ട് ഉണ്ടാവില്ല. നമുക്കത് ഓൾറെഡി ഓഡിയോ കേൾക്കുന്നില്ലല്ലോ, അപ്പോൾ കോപ്പറേറ്റ് ഇഷ്യൂ ഉണ്ടാവും. അതുകൊണ്ട് കുറച്ചായിട്ട് നമുക്കിതിൽ കാണിക്കാം. ഇതാ സുബത്താടെ പാട്ട്. നമ്മൾ ഡാൻസ് ചെയ്യില്ലേ? ഹലോ വലൈക്കുസ്സലാം. മൈക്കടുത്ത് വിളിക്കും. ഫുഡെത്തിന് ബൈ നേരെ വാ ഫുഡ് എടുക്ക. ഫുഡ് എത്തിയപ്പോ ഗൈസ് ഇതില് ഇതുവരെ ഉഷാറില്ലാത്തത് എന്താണ് ഫുഡ്? ഇതില് ബിരിയാണി. അപ്പൊ ഇതുവരെ ഉഷാറില്ലാത്ത ദിലുവിന് ഭയങ്കര ഉഷാറായി ഫുഡ് എത്തിയപ്പോ. ആയിക്കോട്ടെ, എടുത്തോ, പൊക്കിക്കോ, ചെമ്പ് പൊക്കി. അച്ഛനിന്റെ തല വെച്ച് കൊടുക്കാ ചെമ്പ്. അജോ അച്ഛനിന്റെ തല വെച്ച് കൊടുക്കും ചെമ്പ്. എന്താണ് ദിലോ വീഡിയോ ഒക്കെ എടുക്കുമ്പോ അതിൻ്റെതായുള്ള ഉത്തരവാദിത്തത്തിൽ എടുക്കേണ്ടതില്ലോ അല്ലേ? എന്താണ് ഫുഡൊക്കെ ഞങ്ങൾ ഒരു സൈഡിൽ വെച്ച് പിന്നെ ലുബിനെ വീണ്ടും പാട്ട് തുടങ്ങി. അടിപൊളി നല്ല മാപ്പിളപ്പാട്ടാണ്. എല്ലാവരും നല്ല പ്രോത്സാഹനമാണ്, എല്ലാവരും കൈയടിക്കുന്നുണ്ട്. ഒപ്പം ഉണ്ണിയാണ് ഇന്നത്തെ വീഡിയോ മൊത്തം പകർത്തുന്നത്. ഒരു ഫോണിൽ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ കുറവുണ്ടെങ്കിൽ ഉണ്ണിയാക്കി ഇടി എന്ന് ദിലു പറഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാവരും നല്ല കൈയടിക്കുന്നു. അപ്പുറത്ത് തൂവമോള് ബാക്കിൽ നല്ല പ്രോത്സാഹനമാണ്. എന്തായാലും ലുബിനാടെ പാട്ട് മാത്രമല്ല, വഴി ഓരോരുത്തരുടെ പാട്ടും, ലുബിനാടെ മക്കളുടെ പാട്ട് വരും, കുട്ടികളെ പാട്ട് വരും, ഡാൻസ് വരും, എല്ലാം വരുന്നുണ്ട്. വഴി നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മോൻ സമീമോൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിട്ടുണ്ട്. അലമ്പൊന്നുമില്ലാണ്ടിരിക്കുന്നുണ്ട്. പാട്ട് കണ്ടിട്ട് ചെറിയൊരു സന്തോഷത്തിലൊക്കെ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്തുകൂടെ നമ്മുടെ സുബുത്താടെ പേരക്കുട്ടിയുടെ ഡാൻസാണ്. അടിപൊളി ഡാൻസ് ആയിരുന്നു. ഒരു ഡാൻസ് മാത്രമല്ല കേട്ടോ, ഒരുപാട് പാട്ടുകൾക്ക് അവിടെ ഡാൻസ് ചെയ്തു. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കല്യാണി എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂ ട്രെൻഡിങ് കുട്ടികളുടെ ഇഷ്ടഗാനം വീണ്ടും വെക്കാൻ പറഞ്ഞു. നന്നായിട്ട് കുട്ടി ഡാൻസ് കളിക്കുമ്പോൾ ലുബിന് അവിടെ ഒപ്പന കളിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഷായിന് ഒപ്പനയുടെ സ്റ്റെപ്പ് കാണിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുട്ടിയും കാണിക്കുന്നുണ്ട്. എന്തായാലും അടിപൊളി വൈബായിരുന്നു. കുഞ്ഞിപ്പാടെ
കുഞ്ഞിപ്പാടെ മാസം അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഷായിനാടെ എൻ്റെ പെങ്ങൾ ഷായിനാടെ കിടിലം പാട്ടാണ് കുറുകും പ്രാവി എന്നുള്ള പാട്ട്. ആദ്യം ഒന്ന് നോക്കി നിന്ന് പിന്നെ എനിക്ക് തോന്നിയത് നന്നായിട്ടൊന്ന് പൂക്കൂട്ട് കൊടുക്കാൻ, നന്നായിട്ട് പൂക്കൂട്ട് കൊടുത്ത് തമാശക്കാണ്. എന്തായാലും പരിപാടിയുടെ ഇടയ്ക്ക് ആരും ശ്രദ്ധിക്കണ്ടായപ്പോൾ ബിരിയാണി ചെമ്പ് ദമ്മ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഇഷാന് വന്നിട്ടുണ്ട്. തൊട്ടപ്പോൾ കൈ പൊള്ളിയപ്പോൾ പൊട്ടി കരയല്ലേ ചെയ്യണ്, സ്റ്റെപ്പ് ഇടുകയാണ് അവന്റെ രീതിയിൽ. അവൻ ചെറുതായിട്ട് സ്റ്റെപ്പ് ഇട്ട് 10 രൂപ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഉടമസ്ഥരോട് തന്നെ കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെടുക. ആരാ 10 രൂപ പോയി? 10 രൂപ ആരുടെ പോയി? 10 റുപ്യ പോയെ പോയില്ല. അതുകൊണ്ടോ 10 രൂപ പോയി വേണോ? പാട്ടുണ്ട് പാടിക്കോ. അടിമൂടി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സൂറത്താടെ പേരക്കുട്ടിയുടെ അടിപൊളി ഡാൻസ് ആണ്. നല്ല ഉഷാറായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. എല്ലാവരും നല്ല പ്രോത്സാഹനത്തിലാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ദിയോളൊരു അടിപൊളി മാപ്പിളപ്പാട്ട്. ആ കമ്മിറ്റിയിൽ നിന്ന് അറിയിപ്പുണ്ട്. 100 വട്ടം സമ്മതമാണ്. 100 വട്ടം സമ്മതമാണ്. എത്രയും പെട്ടെന്ന് പൊട്ടിക്കുക. ചോറിനല് തുടങ്ങി. സമീർ റഹ്മാനും ടീംസും അതാ ശൈലബാബിയും എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കണ്. ആ സുഞ്ഞിമത ബിരിയാണി ഇതാ അടിപൊളിയായിട്ട് ചിക്കൻ പീസും ബിരിയാണിയൊക്കെ ആയിട്ട് ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് പോകണം, ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വരണേ. ഇവർക്ക് കൊടുക്ക്, പീസ കൊടുക്ക്. ഫുഡാനുണ്ട് കേക്ക്, എല്ലാവരും കേക്കിട്ടാ ഷറായി കേക്ക്. ഇത് ഗാങ്സ് മൊത്തം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വെറും ചോറ് എടുത്ത പോരെ. എന്ത് ശരി. പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും പ്രോഗ്രാം തുടങ്ങി. നമ്മുടെ പാത്തുന്റെ അടിപൊളി മാപ്പിളപ്പാട്ടോടെ എന്താ വീണ്ടും സ്റ്റാർട്ട് ആവണത്. പിന്നെ എല്ലാവരും കൂടിയിട്ട് എല്ലാ ഫാമിലീസും കൂടിയിട്ട് അടിപൊളി ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. ഒരുമിച്ച് നിർത്താൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. മതിലിന്റെ മുകളിൽ കയറി നിൽക്കുന്നുണ്ട്. കാരണം പറയ്, എന്തേലും പറയ്. 2 മാസത്തോളമായി നമ്മുടെ കുടുംബസംഗമത്തിന് വേണ്ടിയുള്ള പ്ലാനിങ് തുടങ്ങിയിട്ട് അത് കോർഡിനേറ്റ് ചെയ്തത് നമ്മുടെ സുൽത്താത്തിൽ താരമാക്കി സൂറത്തിൽ കൂടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒത്തുകൂടുന്നത്. കാരണം നമ്മുടെ കുടുംബം ഇങ്ങനെ ഒത്തുപോകാനും എല്ലാവരും തമ്മിലുള്ള ബന്ധം നിലനിർത്താനും വേണ്ടിയിട്ടുള്ളൊരു സംഘമാണ്. അപ്പൊ അത് കോർഡിനേറ്റ് ചെയ്തതിന് വേണ്ടി ഞങ്ങൾ മാമിക്ക് സുൽത്താത്താക്ക് ഞങ്ങളുടെ വക ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളൊരു സന്തോഷമാണ് അതൊരു കൂടുതൽ എഫേർട്ട് എടുത്തതിന്. അപ്പൊ ഇത്രേ പറയാനുള്ളൂ. അതിനെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു കുടുംബസംഗമത്തിന് വേണ്ടിയിട്ട് എല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെയാണ്. എല്ലാവരും നല്ല സഹകരണം. എന്നാൽ കൂടി അതിനു വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്ത നമ്മുടെ സുൽത്താത്തയും താഹിറമാമിക്കും വേണ്ടിയിട്ട് ഇവർ കൊടുത്തൊരു ഗിഫ്റ്റാണ്, സർപ്രൈസ് ഗിഫ്റ്റാണ്. അത് ഭയങ്കര രസമായി. ഒരു പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒപ്പന കളിച്ചിട്ടാണ് കൊടുത്തത്. പക്ഷെ എന്താ ചെയ്യുക, വലിയൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പാട്ട് ഇതിൽ പ്ലേ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ ഒപ്പന കളിക്കുമ്പോൾ പാട്ടും ആ ഒരു സമയത്തുള്ള അവരെ ഒരു സന്തോഷത്തോടു കൂടിയുള്ള സന്തോഷ കണ്ണീരൊക്കെ കാണാൻ കഴിഞ്ഞ് വളരെയധികം നല്ലൊരു കാര്യമായിരുന്നു അത്. പിന്നെ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ ഇടേണ്ട ഒരു ഡാൻസാണ് ലാച്ചപ്പൻ്റെ. ലാച്ചുവിനോട് ഞങ്ങൾ ഡാൻസ് ചെയ്യാൻ പറഞ്ഞത് ആദ്യക്കാളും മടി കാണിച്ച് പിന്നെ ഒരു വരവ് അങ്ങോട്ട് വന്ന് ഒരു 1.5 ഇപ്പോഴത്തെ റോക്ക് ഡാൻസാണ്, ട്രെൻഡിങ് ഡാൻസ്. എന്തായാലും കൂടത്തുള്ളൂ എന്നുള്ള ഫെജോടെ ഒരു ട്രെൻഡിങ് സോങ്സിന് ആൾ സ്റ്റെപ്പ് ഇട്ടു. വേറെ ആരുമല്ല ഡാൻസ് പഠിപ്പിക്കുന്നത്, അവൻ തന്നെയാണ് അവൻ്റെ ഡാൻസിൻ്റെ കൊറിയോഗ്രാഫർ. അവനവൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന സ്റ്റെപ്പുകളാണ്. പവർഫുള്ളായിരുന്നു. പൂർവ്വം ശ്രദ്ധിച്ചാലേ ഇത് കേൾക്കാൻ പറ്റുള്ളൂ. ഓരോരുത്തർക്കും ഓരോ ബലൂൺ തരും, 2 കസേരകളും തരും.
ആ കസേരയിൽ ഇരുന്ന് ബലൂൺ പൊട്ടിക്കലാണ് ഈ കളി. വളരെ റിസ്ക് പിടിച്ച കളിയാണ്. ഇത് നടക്കും തോന്നുന്നില്ല. സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞോ. സ്റ്റാർട്ട് ചെയ്യാം. റെഡി 1 2 3 സ്റ്റാർട്ട്. വളരെ നല്ല കളിയാണ് കേട്ടാ. ബലൂൺ ലാസ്റ്റ് പൊട്ടിച്ച ആളോട്ട്. അത് കഴിഞ്ഞ് പിന്നെ കസേരക്കളിയായിരുന്നു. ഞാനുണ്ട്, കാതറുഞ്ഞിപ്പുണ്ട്, അതുപോലെ തന്നെ അച്ഛനുണ്ട്, ദിലു ഉണ്ട്, റംഷി ഉണ്ട്, ചാച്ചു ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി നല്ല മത്സരത്തിലാണ്. ഇതിന്റെ പാട്ട് ഇതിൽ പ്ലേ ചെയ്യാൻ പറ്റണില്ല, കാരണം കോപ്പറേറ്റ് ഇഷ്യൂ ഉള്ളതിന്റെ കാരണം പ്ലേ ചെയ്യാൻ പറ്റണില്ല. ചായ എത്തിയുണ്ട്. ചായക്കുള്ള കേക്ക്, ബിസ്ക്കറ്റ് ഒക്കെ റെഡിയാണ്. ഓരോരുത്തരായിട്ട് വന്ന് ചായ അടിക്കാനുള്ള സമയമാണ്. ഇനി വളരെ കുറച്ച് സമയമുള്ള സമയം മാക്സിമം എൻജോയ് ചെയ്യണം. ഇതിന് വടംവലി ഉണ്ടായിരിക്കും എന്നാണ്. എല്ലാവർക്കും ചായ കൊടുക്ക്. എല്ലാവർക്കും. ഇവിടെ സ്വർണത്തിന് വില കൂടിയ സമയത്ത് മോതിരിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഏകദേശം ഇന്നത്തെ കുടുംബസംഗമം വൈൻഡപ്പ് ചെയ്യാനായി. ഇതവിടെ ഒരു കൂടിക്കാഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ പരിപാടി? ഇത് അമ്മിലോ? ഇതെന്താ പരിപാടി? അന്നോ എന്താ പരിപാടി? ഒന്ന് കാണിച്ചേ. പടം കാണിച്ചേ. പിടിക്കറ കട്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഏകദേശം കുടുംബസംഗമം അവസാനിക്കുന്നതിന്റെ മുന്നായിട്ട് ദോമോൾക്ക് സുംബ ഡാൻസ് കളിക്കണമെന്ന്. തൽക്കാലം നിങ്ങൾ ഹനാൻഷാടെ ഷാദി മസ്തി എന്നുള്ള സോങ് കളിക്കുന്നുണ്ട്. 3 പേര് ഡാൻസ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഓഡിയോ പ്ലേ ചെയ്യാൻ പറ്റില്ല. പിന്നെ മാത്രമല്ല കുറേ വീഡിയോസുകൾ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ആ ഒരു ഗെയിംസും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു കോപ്പറേറ്റ് പ്രശ്നമുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ കുറേ വീഡിയോസ് കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് വീഡിയോസ് മാത്രമേ ഇതിൽ ഇടുന്നുള്ളൂ. ഈ ഒരു കുടുംബസംഗമത്തിന്റെ വ്ളോഗ് ഇവിടെ അവസാനിക്കാൻ പോവാണ്. അപ്പോൾ അവസാനത്തെ വെടിക്കെട്ട് എന്ന് പറഞ്ഞ പോലെ പൂരത്തിന്റെ അവസാനം വെടിക്കെട്ടാണെങ്കിൽ ഇവിടെ കുടുംബസംഗമത്തിന്റെ അവസാനത്തെ നമ്മൾ അച്ചാർ, നമ്മുടെ നമ്മളെ അച്ചീനാസ് അച്ചാറുകൾ എല്ലാവരും വാങ്ങാൻ. നല്ല അടിപൊളി ബീഫ് അച്ചാർ, മീനച്ചാർ എല്ലാം ഉണ്ട്. ഇതാ സുഞ്ഞിമ വെക്കുന്നു. ഇവിടെ തൊട്ടപ്പുറത്ത് ഇവിടെ മാക്സി കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാതരം മാക്സി കച്ചവടം പല റേറ്റിലും വിൽക്കുന്നു, ഇവിടെ വിൽക്കപ്പെടുന്നു. അങ്ങനെയാണ് ഇവിടുത്തെ ഈ കുടുംബസംഗമം അവസാനിക്കുകയാണ്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വൈൻഡപ്പ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.